അപ്പം പുതിയ വീട്ടിലേക്കെല്ലാം സാധാ അപ്പം ഞങ്ങളിന്ന് ഒരു ചെറിയ ഒരു ഗെയിമിംഗ് റൂം പണിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പം സ്റ്റെയർ റൂമിൻ്റെ അവിടെയാണ് പണി ചെയ്യുന്നത്. ഇത്ര സ്ഥലമേ ഉള്ളൂ, അത്ര വൃത്തിയൊന്നുമില്ല. അപ്പം ഇതിൽ എല്ലാം ഞങ്ങൾ പണി വെച്ചിരിക്കുന്നതാണ്. ഒരു രൂപ പോലും ഇറക്കിയിട്ടില്ല. അപ്പം ഈ കസാര വരെ ഇവിടെ കിടന്നൊരു പഴയ കസാരയാണ്. തുണി മൊത്തം പോയി ഇടിയുണ്ടല്ലോ. അതിൻ്റെ അവിടുത്തെ ഫ്ലൈവുഡും ഒക്കെ പോയി. ഇങ്ങനെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു ചെയ്യണം. ഇത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മെക്കാനിസം കാണിച്ചു. ഇത് പൊക്കാനും താക്കാനൊക്കെ പറ്റും. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അടിവശ നമ്മളുണ്ട് ഈ ടേബിൾ ഫാനൊക്കെ പൊക്കി വയ്ക്കുന്നൊരിതാണ്. ഒരു കമ്പിയായത്. ആ കമ്പി രണ്ട് അടിവശം ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ ടേബിൾ ഫാൻ പൊക്കിയും താത്തും വയ്ക്കുന്നതിൻ്റെ ഒരു മെക്കാനിസം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു റബ്ബർ ബാൻഡ് കയറ്റിട്ടുണ്ട്, കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇതിന് ലോക്കായിരിക്കത്തില്ല. റബ്ബർ ബാൻഡ് ഇടുകയാണെങ്കിൽ കറക്റ്റ് ടൈറ്റായിട്ടിരിക്കും. നമുക്കപ്പം ചാരി ചെയ്യുന്ന ഇവിടുത്തെ മെക്കാനിക്സ് ഇപ്പോൾ കാണിച്ചു തരാം. കസരിച്ച് ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ നേരെ വയ്ക്കാൻ പറ്റും. ഇവിടെ പണ്ടേ കമ്പി ഒന്ന് തട്ടിയിരിക്കണം, ഇടാൻ പറ്റും. വന്നിട്ട് കയറിയിരിക്കും. ഈ താഴെ കണ്ടില്ലേ, ഇവിടെ കിടന്ന ഒരു ചെറിയൊരു ഒരു പുൽക്കൂടിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ബെഞ്ച്, ഈ ഡെസ്ക് സാധനം പോലെ. ഇത് തെർമോക്കോള ഇവിടുന്ന് ഒരു പഴയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു മീൻ പെട്ടി, അത് എടുത്തിട്ട് വീർത്തി വെച്ചതാണ്. അതിൻ്റെ അകത്തത്തെ ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് നമ്മളെ ബസ്സിലുമായിട്ടൊക്കെ കളിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഫോൺ വെച്ചിട്ട് നമ്മുടെ അല്ലെ ചരിക്കുന്ന ആ ഒരു സെറ്റിങ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കളിക്കും. അതാണ്. പിന്നെ ഇവിടെ നൂല് അതുകൊണ്ട് ഇത് പിന്നെ നമ്മുടെ ഗിയറാണ്. ഗിയർ എന്ന് പറയുമ്പോൾ ഇത് ഡമ്മിയാണ്. ഇത് ചുമ്മാ വെച്ചോ നമ്മൾ വേണ്ട ഒരു ഇതിന് വേണ്ടി. ഇത് വേറെ കളറാക്കണം. ഇത് ഒരേ കളറായതുകൊണ്ട് അത് രണ്ടും എന്തോ ഒരു വൃത്തിയിലായിട്ടിരിക്കുക. ഈ സൈഡിൽ പിന്നെ ഡെസ്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു പഞ്ഞി പോലത്തെ സാധനം ഇട്ടിട്ട് അത് രണ്ട് PVC പൈപ്പിൻ്റെ കുറുക്ക് കൂടി ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ട കൂടെ ഈ പഞ്ഞി എടുത്ത് ഇങ്ങനെ ഇട്ടേക്കുക. അങ്ങനെ എന്നിട്ട് ഈ സ്റ്റിയറിങ്ങിൻ്റെ വരുമ്പോൾ സ്റ്റിയറിങ് ഞങ്ങൾ ഈ ബക്കറ്റിൻ്റെ അടപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ തിരിയാൻ. ഇതെന്ന് പറയുമ്പോൾ പിന്നെ ഒരു പൈപ്പ് ഇവിടുന്ന് ഒരു പഴയ ഞങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുക. എന്നിട്ട് അതിനകത്ത് ഇങ്ങനൊരു കമ്പ് ഇല്ലേ, ഒരു കമ്പിനകത്ത് ഊരെടുക്കാൻ വെച്ചാൽ ഇല്ലേ, ഇവിടെ ഒരു കമ്പ് കണ്ട സ്ക്രൂ ചെയ്ത് ഇതിൻ്റെ അകത്ത് സ്ക്രൂ ചെയ്ത് വെക്കണം. ഈ കമ്പ് സ്ക്രൂ ചെയ്തിട്ട് നമ്മളുടെ ഈ ഓസിലോട്ട് ഇത് കയറ്റി വെക്കും. ഈ ഓസ് വെച്ചേക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് പറയുമ്പോൾ കയറ്റിട്ടോട്ടെ. ഈ ഓസ് വെച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരു പഴയൊരു സിങ്കാണ്, പാത്രമൊക്കെ ഒരു സിങ്ക്. അതിനകത്ത് കണ്ടല്ലേ ഇവിടുത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ വെള്ളമൊക്കെ പോകുന്നത്, അവിടെ നമ്മൾ ഒരു കമ്പ് കയറ്റി മുറുക്കടിച്ച് ഈ കമ്പില്ലേ, ഇവിടുത്തെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു കമ്പ് തന്നെ ഇവിടെ മുറിച്ചിട്ട് ആ കമ്പ് ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഈ ഓസ് അതിനകത്ത് ഇറക്കി വെച്ചേക്കും. അപ്പോൾ ഫിറ്റായിട്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് താക്കാൻ പറ്റും. അവിടെ ആ കമ്പ് മാറ്റിയിട്ട് ഒരു കമ്പി എടുക്കാമെങ്കിൽ നമുക്ക് ആ കമ്പി ഇങ്ങനെ ഈ കമ്പി ഇങ്ങനെ വളച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിയറിങ് ഇച്ചിരി ഇങ്ങനെ താക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം നമ്മളിവിടെ കമ്പി ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ട് ഞങ്ങളെ ക്രിസ്തുപ്പൂവിൻ്റെയൊക്കെ മുഖംമൂടിയും അങ്ങനത്തെ ഒരു ലേസർ ലൈറ്റ് ഉണ്ട്. അതിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ ഇരുട്ടത്തിങ്ങനെ കത്തി കിടക്കും. പിന്നെ ഇവിടെ ഓഫായിക്കോട്ടെ, ഉണ്ട് റെഡൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ചെലന്തി പോലെ കയറി വ്യത്യാസം അതിൻ്റെ മാത്രം കയറിയിട്ട് അല്ലാണ്ട് ഇവിടെ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ബലൂണിൻ്റെ മട കിട്ടുന്ന ഒരു സൈസ് ലൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റ് അത് ഞങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ ഒരു ലൈറ്റ് ബാറ്ററി ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഇവിടെ ഇങ്ങനെ കത്തിക്കുക. പക്ഷേ ഇപ്പം ബാറ്ററി അത് കാണുന്നില്ല. പിന്നെ മേളിലൊരു ലൈറ്റ് ഉണ്ട്. ഇത് മേൽവശത്തുണ്ട്. ഇതൊരു ബോളിനകത്ത് നമ്മൾ LED ലൈറ്റ് കയറ്റി വെച്ചിട്ട് അതിനകത്ത് വയറുണ്ട്. ബാറ്ററി അതിൻ്റെ താഴെ ഇരിക്കുകയാണ്. ഞങ്ങൾ താഴെ ഹോളിൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് പിന്നെ തുണിയുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിങ്ങനെ കുത്തി ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലോട്ട് ഈ തുണി ഇച്ചിരി കട്ടിക്ക് എടുത്തിട്ട് കുത്തി നിറച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതിങ്ങനെ പോകത്തില്ല. അതിൻ്റെ ഇങ്ങനെ ഇരുന്ന് നല്ലപോലെ കളിക്കാനൊക്കെ പറ്റും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് കൈ കഴയ്ക്കും. പിന്നെ ഇത് നമ്മുടെ ഈ വണ്ടിക്കകത്തൊക്കെ
വണ്ടിക്കകത്തൊക്കെ ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നൊരു സാധനമാണ് ഈ ബ്ലാക്ക്. പിന്നെ ഇതിവിടെ കിടന്ന എന്തോ ഒരു സാധനം, ഇത് കണ്ടപ്പോൾ നമ്മളതിലെ സ്റ്റിയറിങ്ങിൽ വയ്ക്കുന്ന ആ ഒരു തിരിക്കുന്ന അതുപോലെ തോന്നി. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കാൻ പോകുമ്പോൾ വേണ്ട ഇവിടെ നീ ഇരുന്നിട്ട് ഇവിടുത്തെ ഈ ഫ്രെയിമിനകത്ത് നമ്മൾ നമ്മുടെ ഗെയിം എടുത്തിട്ടേക്കുന്ന ഫോൺ എടുത്തിനകത്ത് ഫിറ്റ് ചെയ്തു. ഇത് കറക്റ്റ് ഫിറ്റാണ്. ആ ഫോണിൻ്റെ അളവിനെടുത്ത് വെച്ചത്. ആ ഫോണിനെക്കാട്ടി ഇച്ചിരി മുറുക്കത്തിൽ വെച്ചത്. അപ്പോൾ ഇത് കയറ്റി നല്ലപോലെ ഫിറ്റായി ഫോണിനകത്ത് ഇങ്ങനെ ഇരിക്കും. ഇതൊരു പഴയ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഇതാണ് ഫ്രെയിമിൻ്റെ. അപ്പോൾ ഈ ഫോൺ കണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും കറക്റ്റ്. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ച് കളയാം. പിന്നെ അതിനകത്ത് ബസ് കിലോമീറ്റർ കളിക്കുമ്പോൾ അതിനകത്ത് സൈഡിലൊരു സ്പീഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ ഞെക്കി കഴിയുമ്പോൾ അപ്പോൾ വണ്ടി തന്നെ അങ്ങ് പോയിക്കോളും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് പിടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാകും. ഇവിടെ തന്നെ ചെറിയൊരു ഫ്ലൈവുഡ് പോലത്തെ എന്തോ ഒരു വുഡാണ്. അതിൻ്റെ മണ്ടക്കല്ല ഒരു വെള്ള കളറൊക്കെ ഉണ്ട്. ഇതെനിക്കൊന്നും ഇതിൽ നമ്മുടെ ഈ കബോർഡൊക്കെ അടിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ കിടന്നതാണ്. ഞങ്ങളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന വെച്ചാൽ താഴെ 2 ആണി വെച്ചു. അതുകൊണ്ട് ഇവിടെ 2 ആണി വെച്ചിട്ട് ഫ്ലൈവുഡ് എടുത്ത് മേലോട്ട് വെച്ചു. എന്നിട്ട് ഇവിടെ ഒരു സ്ക്രൂ ചെയ്തു, ഈ ഒറ്റ സ്ക്രൂ ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി മേലെ 2 ആണി അടിച്ചിട്ട് അവിടെ കെട്ടി വെച്ചു. പാവ വണ്ടി എല്ലാം. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചെറിയൊരു ഗെയിമിന് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഞങ്ങൾ വരാം ഇതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം.